ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുവരവോടെ പലരുടെയും വ്യത്യസ്തമായ ക്രിയേറ്റിവിറ്റി പ്രകടിപ്പിക്കാനുള്ള ഇടമായി സോഷ്യൽ മീഡിയ മാറിയിരിക്കുകയാണ്. ഭാവനയിൽ വിരിയുന്ന ചിത്രങ്ങൾക്ക് ജീവൻ നൽകുന്നതും അവ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നതും ചെയ്യാറുണ്ട്. അത്തരമൊരു ചിത്രമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. ഇതിഹാസകാവ്യമായ മഹാഭാരതത്തിന് മലയാളത്തിൽ ദൃശ്യഭാഷ ഒരുക്കുകയാണെങ്കിൽ ഏതൊക്കെ താരങ്ങൾ ഏതെല്ലാം കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമെന്നാണ് പോസ്റ്റിൽ പറയുന്നത്. മലയാളത്തിന്റെ ബിഗ് എംഎസ് ആയ മമ്മൂട്ടിയും മോഹൻലാലും മുതൽ യുവതാരങ്ങളായ മാത്യു തോമസും നസിലും വരെ ഈ മഹാഭാരതത്തിലുണ്ട്. മഹാഭാരതത്തിലെ കൃഷ്ണനായ നിവിൻ പോളിയും ഭീഷ്മാചാര്യരായ മമ്മൂട്ടിയുമാണ് ഈ പോസ്റ്റിൽ കാണാൻ സാധിക്കുന്നത്. ധൃതരാഷ്ട്രരായി ലാലും ദ്രോണറായി സിദ്ദിഖുമാണ് പോസ്റ്റിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അർജുനായി ടൊവിനോയും കർണനായി പൃഥ്വിരാജും വേഷമിടുമ്പോൾ ദുര്യോധനായി ആസിഫ് അലിയാണ് ചിത്രീകരിക്കുന്നത്. നകുലൻ, സഹദേവൻ എന്നിവരായി മാത്യു തോമസും നസീലും എത്തുമ്പോൾ യുധിഷ്ഠിരനായി കഞ്ചാക്ക ഭവനും എയിൽ നിർമ്മിച്ചിട്ടുണ്ട്. ഭീമനായി മോഹൻലാലിനെ കാണിച്ച ചിത്രം ഗംഭീരമാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. മഹാഭാരതത്തിലെ ഏറ്റവും വലിയ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെ വിശേഷിപ്പിക്കുന്ന ശകുനിയായി ദിലീപിനെയും പോസ്റ്റിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. പോസ്റ്റിനെ അനുകൂലിച്ചും എതിർത്തും നിരവധി കമന്റുകളാണ് പലരും പങ്കുവയ്ക്കുന്നത്. ഭീഷ്മർ, ഭീമൻ, ശകുനി എന്നിവർ ആ നടന്മാർക്ക് കറക്റ്റായി ചേരുന്നുണ്ടെന്നും കൃഷ്ണനും യുധിഷ്ഠനും കോമഡി ആയിട്ടുണ്ടെന്നും കമന്റുകളുണ്ട്. എയുടെ കടന്നുവരയോടെ ഇനിയും ഇതുപോലുള്ള പോസ്റ്റുകൾ കാണേണ്ടി വരുമെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. ഭീമനായി ജോർജും ദ്രോണനായി മോഹൻലാലും വരുമ്പോൾ കൃത്യമാകുമെന്ന് ആരെങ്കിലും അത്തരമൊരു ചിത്രം നിർമ്മിക്കണമെന്നും കമന്റ് ബോക്സിൽ ആവശ്യപ്പെടുന്നുണ്ട്. മലയാളത്തിൽ അത്ര പെട്ടെന്നൊന്നും നടക്കാൻ സാധ്യതയില്ലാത്ത പ്രോജക്റ്റാണ് പലരും മഹാഭാരതത്തെ കണക്കാക്കുന്നത്. എയിലൂടെ ഇത്തരം പോസ്റ്റുകൾ വരുന്നത് അല്പം പ്രതീക്ഷ നൽകുന്നു എന്നും കമന്റുകൾ ഉണ്ട്.